ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന കറി പയറില്ലാതെ പയറിൻ്റെ വെള്ളം കൊണ്ടുള്ള പയറ്റ് വെള്ളത്തിന് വൻപയറാണ്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. 3 കൈ പയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പയർ നല്ലൊരു ഒരുവിധം കുതിർന്നിട്ടുണ്ട്. ഇനി കഴുകി നമുക്ക് അരിച്ച് കുക്കറിലോട്ടിടാം. പയറിന് വരുവായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പയർ വെന്തിട്ടുണ്ട്, തുറന്ന് നോക്കാം. പയർ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ആ പയർ നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് പയറിൽ നിന്നുള്ള വെള്ളം നമുക്ക് സെപ്പറേറ്റ് ഊറ്റിയെടുക്കാം. വെള്ളമാണ്. ഇതിന് നമുക്ക് കറി വയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി നമുക്ക് 1/2 സ്പൂൺ ചേർക്കാം. മുളക് പൊടി, മുളകും മല്ലിയും കൂടെ നമുക്കൊന്ന് മൂപ്പിക്കാം. അപ്പോൾ മല്ലി മൂത്തിട്ടുണ്ട്. അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം. അല്പം ഉപ്പ് ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് തിളച്ച് പറ്റട്ടെ. അല്പം കായപ്പൊടി ചേർക്കാം. അല്പം ഉലുവപ്പൊടി കൂടെ തിരിച്ച് ചേർക്കാം. അപ്പോഴത്തേനും മറ്റൊരു അടുപ്പിലിട്ട് നമുക്ക് ഒരു കടായി വയ്ക്കാം. അതിൽ അല്പം തേങ്ങ ഒന്ന് വഴട്ടാം. ഒത്തിരി മൂക്കാൻ പാടില്ല. ഒരു എളുപ്പം പരുവത്തിൽ മൂപ്പിച്ചെടുക്കാം. തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റാൻ മാത്രം നമ്മളൊന്ന് മൂപ്പിക്കുന്നതേ ഉള്ളൂ. തീയലിൻ്റെ കൂട്ട് മൂക്കണ്ട. നമ്മുടെ പുളിയെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമ്മളിട്ട ഉലുവയെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പയറിൻ്റെ വെള്ളം ചേർക്കാം. ഈ വെള്ളം ഇനി നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഉപ്പും എല്ലാം മസാലപ്പൊടിയും എല്ലാമായിട്ടൊന്ന് തിളച്ച് പിടിക്കണം. തേങ്ങ ഒന്ന് ജാറിലേക്കിട്ട് ചുമന്നുള്ളി ചേർത്ത് നമുക്ക് അരയ്ക്കാം. വേറെ ഒന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. തേങ്ങയും ചുമന്നുള്ളിയും മാത്രം എല്ലാം ചേർത്ത് ഇതുപോലെ നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണേ. നമ്മൾ അരപ്പെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. തിളച്ച് പോകാൻ പാടില്ല. നല്ലപോലെ തേങ്ങയുടെ പച്ച ചുവ മാറണം. ജീരകപ്പൊടി, കടുക് വറക്കാം. കടുകിടാം. ഇപ്പം ജീരകം, ഉള്ളി വഴട്ടാണ്ട, താളിക്കാം. പയർ ചേർക്കാത്ത പയറും വെള്ളം കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എന്നും ഈ സാമ്പാറും പുളിശ്ശേരിയും കൂട്ടി മടുത്തവർക്ക് ഡിഫറെൻ്റായിട്ട് കൂട്ടി ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴയ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കറിയാണ്. എല്ലാവരും ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.